ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ ഉറക്കുന്നതിൻ്റെ അടയാളമാണ് അള്ളാഹുവിലുള്ള നല്ല വിചാരം. കാരണം ഈമാൻ സ്വീകരിക്കുന്നതോടുകൂടെ അയാൾക്ക് പ്രതിബന്ധങ്ങൾ ധാരാളം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹു ഒരാളെ പരീക്ഷിക്കും. അള്ളാഹു ഒരാളെ നന്നായി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ ആസ്വദിക്കുന്നത് അയാൾക്ക് തടയപ്പെടും. അയാൾക്ക് ആഫിയത്ത്, അയാൾക്ക് ആരോഗ്യം, അയാൾക്ക് സ്വാതന്ത്ര്യം, അയാൾക്ക് സൗഖ്യം, അയാൾക്ക് സന്തോഷം, സുഖം, ഇതെല്ലാം അയാൾക്ക് തടയപ്പെടും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതിൻ്റെ അലാമത്താണത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം അജ്സ് കാണിച്ചാൽ, ദുർബലത കാണിച്ചാൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ അയാൾക്ക് വിമിഷ്ടം കാണുകയും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അയാളുടെ ഈമാൻ അതിൻ്റെ അളവ് വളരെ നേർത്തതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഒരു വിശ്വാസിയെ ഖുർആൻ ഉപമിച്ചത് കശജറത്തിൻ ത്വയ്യിബ, വേരൂന്നിയ ഒരു ഈത്തപ്പന തടിയോടാണ്. കൊടുങ്കാറ്റുകൾക്ക് മറിച്ചിടാൻ കഴിയാത്ത അത്രയും ബലവത്തായ ഈമാനിൻ്റെ വക്താവാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിവിധങ്ങളായ പരീക്ഷണങ്ങൾ മുഅ്മിനായ മനുഷ്യനുണ്ടാകും. വലനബ്ലുവന്നകും ബിഖൗഫിൻ മിനൽ ജൂഇ, വിശുദ്ധ ഖുർആൻ വലനബ്ലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണത് പരീക്ഷിച്ചത്? അവരിൽ ആരാണ് സത്യസന്ധമായി തൗഹീദ് പ്രഖ്യാപിച്ചത് എന്ന് നോക്കാനാണ്. അതുകൊണ്ട് സത്യസന്ധമായി തൗഹീദ് പറഞ്ഞതിൻ്റെ ആ ഒരു ഉറപ്പ്, ആ ഒരു യഖീൻ, അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു ബലം, അതിൻ്റെ ഒരു ശക്തിയാണ് ഹുസ്നുബ്ബന്നിലൂടെ പ്രകടമാകുന്നത്. അത് ഈമാന്റെ കരുത്താണ്. സംഭവം ഈമാനൊക്കെ ഉണ്ടെങ്കിലും സംഗതി എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെ ആയിപ്പോയി, നമ്മളെന്താ ചെയ്യുക, ആകെ കുടുങ്ങിപ്പോയി അല്ലേ. എന്ത് പ്രയാസവും എന്ത് പ്രതിസന്ധിയും പറയുന്ന ആളുകളോട് നമ്മളവരോട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരും. നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, പടച്ചവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക എന്ന് പറയുമ്പോൾ അവർ പറയും, ഇപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. എന്താ? അതാണ് അള്ളാഹുവിൽ സദ്വിചാരം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ മുന്നിൽ പിന്നെ വെല്ലുവിളികളില്ല. അതാ ഖുർആൻ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾ ശാന്തമടയുന്നത് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടാണ്. അപ്പൊ ഈമാൻ അത് ഉറക്കുന്നതിന്റെ അടയാളം. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ ഇഹ്സാനുള്ളവരാകൂ, അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്നു, വഅഹ്സിനൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അഹ്സിനൂ എന്ന് പറഞ്ഞാൽ അഹ്സിനൂ ബില്ലാഹി ദൻ, അല്ലാഹിലുള്ള നിങ്ങളുടെ വിചാരം നിങ്ങൾ ഏറ്റവും നല്ലതാക്കുന്ന. എന്താ ഇഹ്സാൻ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ റബ്ബിനെ കാണുന്ന പോലെ, നിന്റെ മുമ്പിലുള്ളതുപോലെ നിസ്കരിക്കലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്, മുന്നിലുണ്ട് എന്ന് വിശ്വസിക്കാൻ, അള്ളാഹിനെ കുറിച്ചൊരു ഹുസ്നു ദന്ന് വെക്കാൻ, അതാണ് ഇഹ്സാൻ. ആ ഇഹ്സാൻ നമുക്കുണ്ടെങ്കിൽ ആ ഇഹ്സാനിലൂടെ അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ളൊരു നല്ല വിചാരം മനസ്സിൽ സദാസമയം അത് നിലനിർത്തി പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ സ്വർഗത്തിലാണ് അവർ. ഇന്ന ഫിദ് ദുനിയ ജന്ന, ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. മൻ ലം യദ്ഖുൽഹ ലം യദ്ഖുൽ ജന്നത്തുൽ ആഖിറ. ആർ അതിൽ പ്രവേശിച്ചില്ലയോ അവൻ ഒരിക്കലും പരലോകത്തെ സ്വർഗത്ത് പ്രവേശിക്കൂലാന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. ആ സ്വർഗം നമുക്ക് കിട്ടണം. ഇന്ന ജന്നത്തി വ ബുസ്താനി ഫി സദ്രി. ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണത്. എൻ്റെ സുഹൃതം, എൻ്റെ ജന്നത്ത്, എൻ്റെ സ്വർഗം എൻ്റെ ഹൃദയത്തിനകത്താണ്.
എൻ്റെ ശരീരം മുറിപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മനസ്സിലെ സ്വർഗത്തെ കെടുത്താനാവില്ല. നിങ്ങൾ എന്നെ ജയിലിലിട്ടത് കൊണ്ട് ഞാനങ്ങൾ പേടിച്ചു പോയിട്ട് ആകെക്കൂടെ ചൂക്കി ചുളിഞ്ഞ് ഇല്ലാണ്ടായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടോ നടപടികൾ കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ ഒരാളെ തളർത്താമെന്ന് തകർക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇന്ന ജന്നത്തി വ ബുസ്താനി ഫീ സുദരി, എൻ്റെ സ്വർഗം എൻ്റെ ഹൃദയത്തിനകത്താണ്. അത് ഈമാനാണ്. ആ ഈമാനിന്റെ ഏറ്റവും ഉറച്ച ഭാവം അള്ളാഹു ഉണ്ടെന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ മാത്രം. നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് എന്താണ്? അവനാണ് എന്നെ ഊട്ടുന്നത്, അവനാണ് എന്നെ കുടിപ്പിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഇദാ മരിർതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ, അതുവരെയുള്ളതൊക്കെ അവനാണ് ചെയ്യുന്നത്, അവൻ എന്നെ രോഗിയാക്കിയാൽ എന്ന് പറയാതെ ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുയിലേക്ക് അങ്ങനെ ഒരു കാര്യം ചേർത്തി വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ള എന്നെ പ്രയാസപ്പെടുത്തുന്നു, അള്ള എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, അള്ള എന്നെ കഷ്ടത്തിലാക്കുന്നു എന്ന് അള്ളാഹുയിലേക്ക് ചേർത്തി പറയാം. എന്തിനാ പടച്ചോനെ എനിക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് നീ തന്നത് എന്ന് ചോദിക്കാതെ. അങ്ങനെ ചോദിച്ചോ പ്രവാചകന്മാരാരെങ്കിലും? ചോദിച്ചില്ലല്ലോ. പടച്ചോനെ എന്തിനാണ് ഒരു കുട്ടിയില്ലാത്തവനാക്കി എന്നെ നീ മാറ്റിയത്, എന്തിനാണ് എനിക്കൊരു തീക്കുണ്ടാരം തന്നത് എന്ന് പറഞ്ഞില്ലല്ലോ അവരാരും. അവരുടെ അവസ്ഥ അവർ പറഞ്ഞു. എൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഇതാണ് പടച്ചോനെ, നിനക്കേ അത് നീക്കാൻ കഴിയൂ, കാരണം നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. കണ്ടകള് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം മിനല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് നിന്നാണ്. പക്ഷേ അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നല്ലത് മാത്രം. എന്തേ അങ്ങനെ പറയാൻ കാരണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു തആല അന ഇൻദ ളന്നി അബ്ദീ ബി, എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവരോട്. ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടെങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഇങ്ങോട്ട്. മഹാനായ ഖാദി ഇയാൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ പാപമോചനം തേടിയാൽ പൊറുക്കുന്നവനാണ്, ഞാൻ മടങ്ങിയാൽ കബൂൽ ചെയ്യുന്നവനാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനാണ്, ഞാൻ ഏൽപ്പിച്ചാൽ എനിക്ക് മതിയായവനാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളെ ഉൾക്കൊണ്ട് അത് മനസ്സിൽ കൊണ്ടുവന്ന് ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാവുകയും അവന്റെ യഖീൻ ബലപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പ്രാർത്ഥിച്ചാൽ അവന് കേൾക്കും, ഞാൻ ചോദിച്ചാൽ അവൻ നൽകും, ഞാൻ പശ്ചാത്തപിച്ചാൽ അവൻ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും, ഞാൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ എന്നെ കബൂലാക്കും. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുന്നവന് അതുണ്ടാവും. ഇല്ലാത്തവനോ? ചോദിച്ചു നോക്കുക, കിട്ടണേ കിട്ടട്ടെ, അല്ലേ, തരുവാണി തരട്ടെ, പഠിച്ചവനറിയാലോ എന്ന് വിചാരിക്കുന്ന ആളുകളെ അല്ല, മറിച്ച് ഏറ്റവും നല്ല നിലക്ക് എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചാൽ അവന് നല്ലതുണ്ട്, എന്നെക്കുറിച്ച് മോശം വിചാരിച്ചാൽ അവന് മോശമുണ്ട്. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഹുസ്നുൽ ദന്നാണ് നമുക്ക് വേണ്ടത്, മരിക്കുന്ന സമയം വരേക്കും. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസ്, നമുക്ക് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു. അദ്ദേഹം മരിക്കുന്നതിൻ്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജൽ. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങൾ ഒരാളും മരിച്ചു പോവുക തന്നെ ചെയ്യരുത്, ഇല്ല, എങ്ങനെയല്ലാതെ, വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി, അല്ലാഹുവിൽ ഏറ്റവും നല്ല സദ്വിചാരം വെച്ചുകൊണ്ടല്ലാതെ നിങ്ങളൊരാളും മരിച്ചു പോകരുത്. ഇമാം നവവി റഹിമഹുല്ലാഹ് സഹീഹ് മുസ്ലിമിന്റെ തഫ്സീറിൽ അതിന്റെ ശറഹിൽ അദ്ദേഹം പറയുന്നു, മഅനാ യുഹ്സിനു ദന്ന ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അൻ യദുന്ന അന്ന അല്ലാഹു തആല യർഹമുഹു,
അവനോട് അള്ളാഹു കരുണ കാണിക്കുമെന്നവൻ ഉറച്ചു വിശ്വസിക്കണം, അതിൽ അവൻ പ്രതീക്ഷിക്കണം. ആയാത്തുകളും ഹദീസുകളും, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ വിഷയത്തിൽ വന്ന ആയാത്തുകളും ഹദീസുകളും അവൻ തദബ്ബുർ നടത്തണം. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹുവതആലയെ കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും അവൻ തദബ്ബുർ നടത്തണം. ഏതിനെക്കുറിച്ചെല്ലാം? അള്ളാഹുവിന്റെ ഔദാര്യത്തെക്കുറിച്ച്, അവന്റെ വിട്ടുവീഴ്ചയെക്കുറിച്ച്, അവന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള ആയാത്തുകളും ഹദീസുകളും അവൻ തദബ്ബുർ നടത്തണം. അതോടൊപ്പം തന്നെ തൗഹീദിന്റെ ആളുകൾക്ക് അവൻ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചും അവൻ പരലോകത്ത് വിശാലമായി നൽകുന്ന റഹ്മത്തിനെ കുറിച്ചും, ഇതൊക്കെയാണ് മരിക്കണ സമയത്ത് ഒരാളുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടത്. അപ്പൊ അള്ളാഹു നൽകുന്ന മഗ്ഫിറ, അവൻ നൽകുന്ന റഹ്മത്ത്, അവൻ പരലോകത്ത് തൗഹീദിന്റെ തൗഹീദിന് അഹ്ലുൽ ഖുർആന് നൽകുന്ന ആ മഖാം, അള്ളാഹിന്റെ കറമിനെ കുറിച്ച്, അവന്റെ റഹ്മത്തിനെ കുറിച്ച്, അവന്റെ അഫൂവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ് ഒരാൾ വേണ്ടത് എന്നതാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് ഇമാം നവവി റഹിമഹുല്ല പറയുകയാണ്. സഹോദരന്മാരെ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലെ നല്ല വിചാരം വെച്ച് പുലർത്താനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് എല്ലാ നിലക്കും നമുക്ക് ഖൈറാണ്. അതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ നന്നാകും. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അവിടുന്ന് പറയാണ്, ഇന്നൽ മുഅ്മിന അഹ്സന ദന്നി ബിറബ്ബിഹി ഫഅഹ്സന അൽ അമൽ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിൽ നല്ല വിചാരം വെക്കും, അപ്പോൾ അവന്റെ കർമ്മങ്ങൾ നന്നാകും. വഇന്നൽ ഫാജിറ അസാഅ ദന്ന ബിറബ്ബിഹി ഫഅസാഅ അൽ അമൽ. ഒരു ഫാജിർ, ഒരു തമ്മാടി, ഒരു പാപി, അവൻ അള്ളാഹുവിൽ മോശപ്പെട്ട വിചാരം വെക്കും, അപ്പോൾ അവന്റെ കർമ്മങ്ങളും മോശമാവും. ഞാൻ ഇങ്ങനെ കേടുവരാൻ പഠിച്ചോ തീരുമാനിച്ചാൽ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒക്കെ അള്ള തീരുമാനിച്ചാല് പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യുക? ഒക്കെ അള്ളാന്റെ അത് അങ്ങനെ ഒളിച്ചോടി പോകാനുള്ള തീരുമാനിച്ചത്, കല്ലുടിയനാകാൻ അള്ള തീരുമാനിച്ചാൽ, പലിശ വാങ്ങിയിട്ട് വരെ ബിസിനസ്സുകാരനാകാൻ അള്ള തീരുമാനിച്ചാൽ ഒക്കെ അള്ളാനെ, ഞമ്മക്ക് ഒരു റൈറ്റില്ല, ഒക്കെ അള്ള എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പഴിചാരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ബാഡായി മാറുകയാണ് ചെയ്യുക. എനിക്ക് എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ തന്നത് പടച്ച റബ്ബാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ അവൻ ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യും തോറും അവൻ ആ പാവങ്ങൾ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർവാധികം ശക്തിയിൽ ചെയ്തുകൊണ്ടിരിക്കും. നഅൂദുബില്ലാഹ്. അപ്പോൾ അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ നന്നാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിൽ ഒരു ഹുസ്നുൽ ദന്ന് നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം. നബി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ശ്രദ്ധയിൽപ്പെട്ട ചില പ്രാർത്ഥനകൾ പരിശോധിച്ചപ്പോൾ അതിന് ചില ദുർബലതകൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് പടച്ച റബ്ബിനോട് നമ്മുടെ ഭാഷയിലും അല്ലാതെയും ഹുസ്നുൽ ദന്ന് ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൽ സദ്വിചാരം വെച്ച് പുലർത്തുകയും ഒരാൾ തെറ്റുകൾ ചെയ്യുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അയാൾ കാണിക്കുന്ന ആ ഹുസ്നുൽ ദന്നല്ല, ഫഹാദാ ഗുറൂർ, അത് വഞ്ചനയാണ്, അത് പിശാചിന്റെ ഒരു വഞ്ചനയാണ്, അയാളും കാണിക്കുന്ന ഒരു വഞ്ചനയാണ്. ലാ യജൂസ്, അത് അനുവദനീയമല്ല. ഒരാൾ പാപത്തിൽ തുടർന്നു പോവുകയും അള്ളാഹു സദ്വിചാരം വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് ഒരിക്കലും അനുഗുണമല്ല, അത് യോജിച്ചതല്ല, അത് അനുവദനീയവുമല്ല. മനസ്സിലായില്ലേ? ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച് അള്ളാഹ്ക്ക് കീഴൊതുങ്ങി സുഹൃതങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഹുസ്നുൽ ദന്ന്, അതായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യം നമുക്ക് എപ്പോഴൊക്കെ ഉണ്ടായിരിക്കണം? പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും നമ്മിൽ ഏറ്റവും ഡൊമിനൻ്റായി നിൽക്കേണ്ടത് അള്ളാഹുവിലുള്ള വിചാരമാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു ഇപ്പത്തെ കാട്ടെ പഠിച്ചോന്തേനും കാട്ടട്ടെ, എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഭൂമിന്റെ ആകാശത്തുള്ള ഭൂമിയുള്ള മൊത്തം പറഞ്ഞതിന് ശേഷമാണ് പറയാന്ത് ഇനിയിപ്പത്തെ കാട്ടെ പഠിച്ചോന്തേനും കാട്ടട്ടെ. യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും അവനവന്റെ പടച്ച റബ്ബിലാണ് പ്രതീക്ഷ. റഹീമായ, റഹ്മാനായ, ലത്തീഫായ, പ്രയാസത്തിലും പ്രതിസന്ധികളും നീക്കിത്തരാൻ കഴിവുള്ളവനായ, തന്റെ ബുദ്ധിമുട്ടുകളിൽ തനിക്ക് ഇളവ് നൽകാൻ കഴിയുന്ന, ഉസ്റിനെ യുസ്റാക്കാൻ കഴിയുന്ന, അല്ലെ, പ്രതികൂലതകളെ അനുകൂലമാക്കാൻ കഴിയുന്ന, ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ പ്രതികൂലമാണെന്ന് തോന്നും, അല്ലെ, ആകെ പ്രയാസമായി പ്രശ്നമായി തോന്നും, പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കാരം അതൊരു ഗുണമായിരുന്നു എന്ന് തോന്നുക. അപ്പൊ എല്ലാം അറിയുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവനിൽ നല്ല വിചാരം നമ്മൾ വെച്ച് പുലർത്തേണ്ടത്
പ്രത്യേകിച്ചും നമ്മുടെ മനസ്സ് നെഗറ്റീവായ തോട്ട്സ് ജനിപ്പിക്കുന്ന സിറ്റുവേഷനാണ് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയം. ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും അള്ളാഹു നല്ല വിചാരം വെച്ച് പുലർത്തണം. പ്രവാചകന്മാർ അങ്ങനെയാണ് അല്ലെ? പ്രതിസന്ധികളിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. ആളുകൾ പറഞ്ഞു നമ്മൾ ഇപ്പോൾ പിടിക്കപ്പെടും. മൂസാ നബി പറഞ്ഞു ഇല്ല, എൻ്റെ കൂടെ എൻ്റെ പടച്ചോനുണ്ട്. അള്ളാഹ് ഒരു വഴി കാണിക്കുമെന്ന ആ ഒരു പടച്ചോനെ കുറിച്ചുള്ള ആ ഒരു യഖീനും ആ ഒരു ഹുസ്നുൽ ദന്നും ആ ഒരു റജാഉം ആ ഒരു പ്രതീക്ഷയുമാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയും അങ്ങനെ തന്നെയാണ്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അവസ്ഥകളൊക്കെ അള്ളാഹിനോട് ഏറ്റുപറയാണ്. എന്നിട്ട് പറഞ്ഞു വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ, നിന്നോട് തേടിയിട്ട് എനിക്ക് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല പടച്ചോനെ. എൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ദ്രവിച്ചു തുടങ്ങി, എൻ്റെ തലമുടി നരച്ച് തിളങ്ങാൻ തുടങ്ങി, ശരീരമൊക്കെ അല്ലെ നുരുമ്പിപ്പോണ സാഹചര്യം. അപ്പോൾ അകം കൊണ്ടും പുറം കൊണ്ടും ഞാൻ ദുർബലനാണ്. എൻ്റെ ഭാര്യയാകട്ടെ ഒരിക്കലും പ്രസവിക്കാത്ത ആളുമാണ്. പക്ഷേ പടച്ചോനെ എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. പടച്ചോൻ അങ്ങേയറ്റത്തെ കഴിവിൻ്റെ ഉടമസ്ഥനാണ് അല്ലേ? കാരണങ്ങൾ ഒന്നുമില്ലെങ്കിലും കാരണങ്ങൾക്ക് അതീതമായി ഇതിനപ്പുറത്ത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത്, അങ്ങനെയാണ് ഉണ്ടായത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സക്കരിയ നബി പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. അയ്യൂബ് നബി എത്ര രോഗം വന്നു, എന്തിനാ പടച്ചോനെ ജിന്ന ഇങ്ങനെ ഇട്ട്, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു നബിയല്ലേ, നമ്മളെ വലുത് വേണോ എന്ന് ചോദിച്ചില്ല. മറിച്ച് റബ്ബി അന്നീ മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ നീ അർഹമുർ റാഹിമീൻ ആണല്ലോ, പടച്ചോനെ നീ അർഹമുർ റാഹിമീൻ ആണല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ പ്രയാസം നിനക്കറിയാം, അത് നീ നീക്കിക്കൊണ്ടിരുന്നപ്പോൾ വളരെ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി. അല്ലെ? കാലിൻ്റെ ചോട്ടെന്ന് വെള്ളം നിർഗളിച്ചു, അതെടുത്ത് കുടിക്കാൻ പറഞ്ഞു, അതെടുത്ത് ദേഹത്തൊഴിച്ചു, ശരീരം വെട്ടിത്തിളങ്ങി. ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ചരിത്രങ്ങൾക്ക് എന്തിനാണ് ഖുർആൻ കൊണ്ടുവന്നത്? നബിമാരുടെ ചരിത്രങ്ങൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ്, അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു വിചാരം വെച്ച് പുലർത്താൻ വേണ്ടിയാണ്. സമുദ്രത്തിന്റെ ആഴിയിൽ യൂനുസ് നബി അള്ളാഹുവിനെ വിളിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഒരിക്കലും അസംഭവ്യമെന്ന് തോന്നുന്ന സിറ്റുവേഷൻ എന്നാണ് അള്ളാഹ് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് അല്ലെ? അസ്ഹാബുൽ കഹ്ഫിൻ്റെതായിരുന്നാലും യൂനുസ് നബിയുടേതായിരുന്നാലും അയ്യൂബ് നബിയുടേതായിരുന്നാലും സക്കരിയ നബിയുടേതായിരുന്നാലും ആരുടേതായിരുന്നാലും എന്തിനാ അതെന്നെ കൊണ്ടുവന്നത്? മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കപ്പുറത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ, പക്ഷേ മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കപ്പുറത്താണ് അല്ലാഹ്. അതുകൊണ്ട് പ്രമാണങ്ങളിലൂടെ അള്ളാഹിനെ കറക്റ്റ് വിശദീകരിച്ചെന്ന് ആ വിശദീകരണങ്ങൾ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആരാണ് അള്ളാഹ് എന്ന് ചോദിച്ചാൽ ഇതാണ് അള്ളാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹിന്റെ അസ്മാഉകൾ, സിഫാത്തുകൾ, അവന്റെ അഫ്ആലുകൾ, അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇഹ്സാൻ ഉണ്ടാകും, ആ ഒരു നല്ല അള്ളാഹിനെ കുറിച്ചുള്ള സദ്വിചാരവും ആ പ്രതീക്ഷയും ഉണ്ടാകും. നമ്മളൊക്കെ ഹാജറ ബീവി അല്ലേ, ചരിത്രം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സഫാ മർവയ്ക്കിടയിൽ ഏകാഗിയായ ചോരക്കുഞ്ഞിനെയുമായിട്ട് നിൽക്കുമ്പോൾ അള്ളാഹിനറിയാം, അള്ളാഹിന്റെ കരുത്തറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല വിചാരം വെച്ച് പുറത്താണ് അല്ലെ? അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, അല്ല ഞങ്ങളെ കൈവടിയുകയില്ല. എന്ത്? അല്ല ഞങ്ങളെ കൈവടിയുകയില്ല. അതെന്താണ്? ഈമാനാണ്, യഖീനാണ്, റജാ ആണ്, ഹുസ്നുൽ ദന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ഒരു സംഗതിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ എത്ര പ്രതിസന്ധി അനുഭവിച്ചു. തനിക്കെതിരെ വ്യഭിചാരാരോപണം ഉണ്ടാകുമ്പോൾ എത്ര പ്രയാസങ്ങൾ സഹിച്ചു. താനെന്ന ഒരു പെണ്ണ് സമൂഹത്തിൽ ചെന്നിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെ ഒരുപാട് സംഗതികൾ, അതിനെയൊക്കെ അസ്ഥാനത്താക്കും വിധം അള്ളാഹ് സൂറത്തങ്ങട്ട് ഇറക്കി. പ്രതീക്ഷ മുഴുവൻ അള്ളാഹുവിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹുസ്നുൽ ദൻ ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? ഷദാഇദിലും ഖുർബാത്തുകളിലുമാണ്.
പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് ഈ ഒരു ഹുസ്നുൽ ദന്ന് നല്ലോണം ഉണ്ടാവണം. രണ്ടാമത്തത്, പ്രാർത്ഥനയുടെ സമയത്ത് ഹുസ്നുൽ ദന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നവന് ഉത്തരം നൽകുന്നവനാണ് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം. അതാണ് ഖുർആൻ സൂറത്ത് അൽ ബഖറയുടെ 186 ആയത്തിൽ പറഞ്ഞത്, അല്ലേ? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറയുക, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഏറ്റവും അടുത്തവനായ ഒരു പടച്ചോൻ ഉണ്ടാവുമ്പോൾ പിന്നെ അടുപ്പിക്കാൻ ഒരാൾ ആവശ്യമുണ്ടോ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവരെയൊക്കെ വിളിക്കുന്നത്. അത്രയും അടുത്തൊരാളെ പിന്നെ അടുപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് അടുത്തവനാണ്, വിളിക്കുന്നവന് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഹുസ്നുൽ ദന്ന് വേണം, നിരാശ ഉണ്ടാകാൻ പാടില്ല. എന്തേ? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. വഴിപിഴച്ചവനല്ലാതെ ആരാണ് പടച്ച റബ്ബിന്റെ റഹ്മത്തിൽ നിരാശപ്പെടുന്നവൻ? അതുകൊണ്ടല്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞത്, ലാ തഖ്നതു ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹ് നൽകുന്ന ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇദ്ഹബൂ, നിങ്ങൾ പോകണം. വതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ, യൂസുഫിനെയും ബിന്യാമിനെയും തേടിയിട്ട് നിങ്ങൾ പോകണം. പോകുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സൂറത്ത് യൂസുഫിന്റെ 87 ആയത്താണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ആശ്വാസത്തിൽ നിരാശപ്പെടുന്നവർ ആരായിരിക്കും? സത്യനിഷേധികളായിരിക്കും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുക, അള്ളാഹിനോട് സഹായം തേടുക. നമുക്ക് മിസ്സായാലും നമുക്ക് കിട്ടിയാലും അള്ളാഹാണ്. ആള് ചിലപ്പോൾ അത്യാഹിത വിഭാഗത്തിലായിരിക്കും, നമ്മളെല്ലാം പ്രാർത്ഥിക്കും, ആട് മരിച്ചുപോയി. അപ്പോൾ ആൾക്കാരെന്താ പറയാ, എത്ര അല്ലേ പഠിച്ചവനെ ഖൈർ കൊടുക്കുക, ഖൈർ കൊടുക്കുക, എത്ര പ്രാർത്ഥിച്ച്, എന്നിട്ട് ആട് മരിച്ചുപോയി. ഈ പ്രാർത്ഥിക്കണമെന്ന് അറിയാം എന്താണ് ഖൈർ എന്ന്. എല്ലാ ഖൈറും ആരുടെ കയ്യിലാണോ അവനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഖൈർ എന്താണ് ഷർർ എന്താണെന്ന് അല്ലാഹ്ക്കേ അറിയുള്ളൂ. ചിലപ്പോൾ അയാളെ മരിപ്പിക്കലായിരിക്കും ഖൈർ, ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളതിനേക്കാളും സിറ്റുവേഷൻ മോശമാകാൻ കാരണമായിരിക്കാം. അപ്പോൾ ഖൈറും ഷർറും നമുക്കറിയില്ല. നമ്മൾ ഖൈർ കാണുന്ന കാര്യത്തിലാവില്ല ഖൈർ, നമ്മൾ ഷർറ് കാണുന്നതിലായിരിക്കും നമുക്ക് ഖൈർ. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, കുത്തിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൻ ലക്കും, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കി, പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമല്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് ഖൈർ. നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഖൈർ. അപ്പോൾ ഏതൊരു സന്ദർഭത്തിലും നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും അതിലാണ് ഖൈർ എന്ന് മനസ്സിലാക്കാതെ നിരാശപ്പെടരുത് ഒരിക്കലും. അങ്ങനെ മനസ്സിലാക്കുക എന്നല്ലാതെ നിരാശയുടെ വാക്കുകൾ പറയരുത്. അതാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിനെ കുറിച്ച് മോശപ്പെട്ട വിചാരം വെച്ച് പ്രാർത്ഥിച്ചാൽ എന്താ ഉണ്ടാവുക? പ്രാർത്ഥനയ്ക്ക് ഉത്തരം തടയപ്പെടും. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലേ, പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി പ്രാർത്ഥിക്കണം, ഉത്തരം കിട്ടണില്ലല്ലോ. ഈ മനുഷ്യന്മാര് മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും പിന്നെ ഇയാളെന്ന് അധികാരത്തിൽ കയറിയില്ലേ? ആൾക്കാർ പറയുന്ന വാക്കാണത്. ആ വാക്ക് കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തടയപ്പെടും. യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ, ധൃതി കാണിക്കുന്ന സമയം അത്രയും അള്ളാഹു ഉത്തരം നൽകുകയില്ല. എങ്ങനെ ധൃതി കാണിക്കൽ? ദഅഉതു ഫലം യുസ്തജബ ലി, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടണില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ആൾക്കാർക്ക് ജീവിതകാലം ഉത്തരം കിട്ടൂല. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നല്ല പ്രതീക്ഷ വേണം. എനിക്ക് റബ്ബ് ഉത്തരം നൽകും, ഖൈർ നൽകും. അവൻ ഉത്തരം നൽകുന്നവനാണ്, ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, ചോദിക്കുന്നത് പുണ്യമായി സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കാനും
ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളില്ലാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഹുസ്നുൽ ദന്ന് വേണ്ട ഒന്നാമത്തെ ഘട്ടം പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്, രണ്ടാമത്തെ ഘട്ടം പ്രാർത്ഥിക്കുമ്പോഴാണ്, മൂന്നാമത്തത് നമുക്ക് ഈ ബോധമുണ്ടാകേണ്ടത് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ്. തെറ്റുകൾ സംഭവിച്ചാൽ പിശാച് വരും, മനുഷ്യനെ നിരാശപ്പെടുത്തും, വീണ്ടും കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. ഏതായാലും കേടുവന്നു, ഇനി അങ്ങനെ പോട്ടെ, നിനക്ക് പറയാൻ എന്ത് അധികാരമാണത്, നീ അങ്ങനെ ചെയ്തവനല്ലേ, ഇങ്ങനെ ചെയ്തവനല്ലേ, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് സെൽഫ് ബിലീഫ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എവറിത്തിങ് എല്ലാം ലോസായി പോകും. ശൈത്താൻ അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കുറ്റബോധം വേണം, പക്ഷെ അത് കൂടിയിട്ട് ഒരാള് കള്ളുടിച്ചാൽ പോവാ, ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്നാൽ പിന്നെ കള്ളുടിച്ചാൽ പോവാ. അപ്പം എന്തൊക്കെയാണ് അവസ്ഥ? കള്ളുടിച്ചാൽ പോയാൽ പിന്നെ നേരത്തെ ചെയ്തതിനേക്കാളും ബലികാരാൽ ചെയ്യാം. അപ്പോൾ തെറ്റ് ബാധിച്ചിട്ട് നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യം ഖുർആൻ പറയാൻ സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ധാരാളമായി തെറ്റുകൾ ചെയ്ത ആളുകളായ മനുഷ്യന്മാര് അവരെന്താ വിളിച്ചത്? തമ്മാടികളെ, താന്തോന്നികളെ, എൻ്റെ കൽപ്പന അനുസരിക്കാതെ ഞാൻ പറഞ്ഞതിനെ നിഷേധിച്ച അൽകൂദറുകളെ എന്നല്ല വിളിച്ചത്, മറിച്ച് യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. എത്ര സ്നേഹത്തോടെ വിളിച്ച്, പാപികളെയാണ് വിളിച്ചത്, പാപം ചെയ്ത ആളെ അല്ലെ. ഒരു തെറ്റ് ചെയ്ത പിന്നെ മോനെ എന്ന് വിളിക്കോ? മകനെ വിളിക്കോ? അല്ല സ്നേഹത്തോടെ വിളിക്കുകയാണ്, യാ ഇബാദി الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. ജീവിതത്തിൽ ധാരാളമായി പാപങ്ങൾ ചെയ്തവരെ, പടച്ച റബ്ബിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. ഇന്നല്ലാഹ ലാ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു വിശാലമായി പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഗഫൂർ എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഗഫൂർ എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഗഫാർ, അത്തവ്വാബ്, അൽ അഫു, ഇതൊക്കെ എന്താണ്? അങ്ങേറ്റം ചെയ്യുന്നവനാണ് അല്ലെ. എത്ര പാപം, ഉഹുദ് മലയോളം പാപവുമായി എന്നെ കണ്ടുമുട്ടിയാൽ ഉഹുദ് മലയോളം മഗ്ഫിറത്തുമായിട്ട് ഞാൻ അവനെ കണ്ടുമുട്ടുന്ന അല്ലാഹ് പറഞ്ഞു അല്ലെ. രാത്രിയിൽ പാപം ചെയ്തവരുടെ പാപം പൊറുക്കാൻ പകലിലും, പകൽ ചെയ്തവരുടെ പാപം പൊറുക്കാൻ രാത്രിയിലും യബ്സുതു യദഹു, അള്ളാന്റെ കൈകൾ അവൻ വിരിച്ചിടും എന്നാണ് പറഞ്ഞത്. അല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അല്ലാഹ് നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ തെറ്റുകളിൽ മുഴുകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തെറ്റിലേക്ക് വീണ്ടും വീണ്ടും ചാഞ്ഞ് പോവാണ്. അവരിങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് വന്നോളി, ഞാൻ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കാണ്, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ തെറ്റുകൾ സംഭവിച്ച ആൾക്ക് നിരാശ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ആ നിരാശയിൽ നിന്ന് എനിക്ക് പടച്ചവൻ പുറത്തു തരില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. എൻ്റെ യബ്ന ആദം, ആദമിന്റെ സന്തതികളെ എന്ന് വിളിക്കുകയാണ് അല്ലാഹു. നീ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു, എന്ന് പ്രതീക്ഷ അർപ്പിച്ചു. ഗഫർതു ലക അലാ മാ കാന മിൻക, നിന്റെ അടുക്കൽ എന്ത് തെറ്റാണുള്ളത് അത് ഞാൻ നിനക്ക് പുറത്തു തരും. അതായത് പ്രതീക്ഷ വെച്ച് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ പുറത്തു തരും, എനിക്കതൊരു പ്രശ്നമല്ല. മനസ്സിലായല്ലേ? ഇനി നിന്റെ പാപങ്ങൾ ആകാശം മുട്ട ഉണ്ട്, നീ എന്നോട് പാപമോചനം തേടി, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. നീ എൻ്റെ അടുക്കൽ ഭൂമിയോളം കൂമ്പാരമായിട്ട് പാപങ്ങളുമായി എൻ്റെ അടുക്കൽ വന്നാൽ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ പാപങ്ങളുടെ കൂമ്പാരവുമായിട്ട് നീ വന്നാൽ, അത്രയും കൂമ്പാരമായിട്ട് മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും. സുബ്ഹാനല്ലാഹ്, കൂമ്പാരമായിട്ട് പാപങ്ങളുമായിട്ട് അള്ളാന്റെ അടുത്ത് വന്നാൽ അള്ളാഹ് പറയണം അത്രയും മഗ്ഫിറത്തുമായിട്ട്. എന്ന് സുജൂദ് കിടന്നിട്ടൊന്ന് ചോദിക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ എത്ര മനുഷ്യന്മാർ നന്നാവുനി അല്ലേ? അങ്ങനെ നടക്കുകയാണ്. ഏതായാലും ഇപ്പം എങ്ങനെയായി, ഇനി അങ്ങനെ പോട്ടെ. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ആൾക്കാർക്ക്. നമ്മൾ
ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ നമ്മൾ. പ്രമാണത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ സമിഅ മിന്നി ഹദീസൻ ഫബല്ലഗഹു കമാ സമിഅഹു, എൻ്റെ ഹദീസ് കേട്ട് അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ റഹിമല്ലാഹു റഅൻ, അവൻ അല്ലാഹ് കരുണ ചൊരിയട്ടെ. ബല്ലിഗു അന്നി വലു ആയ, ഒരു ആയത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന ആളോട് നമ്മൾ എന്താ ചോദിക്കേണ്ടത്? എനിക്കിപ്പോൾ ചെയ്തിട്ട് എന്താ ഇപ്പോൾ കിട്ടുന്നത്? ഇതിപ്പോൾ നിർത്തി എനിക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇഹപര ലോകത്ത് വരാനുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? എനിക്കെന്താ മാറാൻ തടസ്സം? അതൊന്നും പോയി നടക്കൂല. നമ്മളൊക്കെ ഒരുപാട് നടക്കൂല എന്നെങ്ങനെ പറയാം? ആയത്തുകൾ കേൾപ്പിക്കുക, ഹദീസുകൾ പറഞ്ഞു കൊടുക്കുക, ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, മാറും. നിരന്തരമായി ദഅവത്ത് നടത്തി ഒരാളെ മാറ്റിയാൽ എന്താ കിട്ടുക? ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ്. കുടുംബത്തിൽ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ടാവും. ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ നമ്മുടെ മനസ്സ് കാണിച്ചാൽ വലിയ മാറ്റമുണ്ടാകും. അപ്പോൾ പാപങ്ങൾ സംഭവിച്ചാൽ അള്ളാഹുവിൽ ഹുസ്നുൽ ദന്ന് വേണം, അള്ളാഹ് പുറത്തു തരും എന്ന ആ ഒരു വിചാരം ഉണ്ടാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ലേ, വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, എൻ്റെ ഭാഗത്ത് സംഭവിച്ച പാപങ്ങൾ പുറത്തു തരുന്നവൻ അവനാണ്. എൻ്റെ പാപങ്ങൾ ആരാണോ പുറത്തു തരുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അവനാണ് അള്ളാഹ്. എൻ്റെ പാപങ്ങൾ പരലോകത്ത് പുറത്തു തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആളാണ് അള്ളാഹ്. അതുകൊണ്ട് തൗബ ചെയ്യുമ്പോൾ ഹുസ്നുൽ ദന്ന് വേണം, പ്രാർത്ഥിക്കുമ്പോൾ ഹുസ്നുൽ ദന്ന് വേണം, പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജീവിതം കടന്നു പോകുമ്പോൾ ഹുസ്നുൽ ദന്ന് വേണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ, നിർബന്ധ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചെറിയ ചെറിയ നന്മകൾ പോലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല വിചാരം വേണം. അള്ളാഹു സ്വീകരിക്കും, ചെറുതാകട്ടെ വലുതാകട്ടെ, പ്രതിഫലം നൽകും, അള്ളാഹു കൂലി തരും. മനസ്സിലായില്ലേ? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും, പ്രതീക്ഷ വേണം, അള്ളാഹ് കൂലി തരുമെന്ന വിചാരം വേണം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, തിന്നാൻ കൊടുക്കുമ്പോൾ വിചാരം വേണം, അല്ലേ? ഫിഅലു ത്വആത്ത് അൽ വാജിബാത്ത്, സദഖാത്ത് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ വേണം, അള്ളാഹു നല്ല വിചാരം വേണം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. സൂറത്തുൽ നംലിന്റെ 89, സൂറത്തുൽ അൻആമിന്റെ 160. ആരെങ്കിലും ഹസനത്തുമായിട്ട് വന്നാൽ അവന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ആരെങ്കിലും നന്മകളുമായിട്ട് വന്നാൽ ഫലഹു ഖൈറും മിൻഹാ, അവന് അതിന്റെ നന്മയുണ്ട്. വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ, എല്ലാവരും പേടിച്ച് വിറക്കുന്ന ആ യൗമുൽ ഫസഇ അവൻ നിർഭയനായിരിക്കും. ആര്? പുണ്യം ചെയ്തവൻ. അപ്പോൾ പടച്ചോൻ കൂലി തരും, പടച്ചോൻ നമ്മൾ ഇഷ്ടപ്പെടും, പടച്ചോൻ പരലോകത്ത് നമുക്ക് നിർഭയത്വം നൽകും. അതുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കണം. അപ്പം നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷ വേണം. എന്താ പിന്നെ തന്നെ വിളിച്ച് പറയാം, ഇവിടെ വേറെ ആളില്ലേ, ആ സെൻറ്റർ ഒന്ന് തുറന്നിട്ടിട്ട് ആ കാറ്റ് പോയിപ്പോക്കുന്ന റെഡി കോട്ടെ, ആ ഫ്ലക്സൊക്കെ ഒന്ന് വലിച്ച് കെട്ടിക്കാണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ഉള്ളവരൊക്കെ അവിടെ പോയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. കോൾ വരുമ്പോൾ നമ്മളെന്ത് വിചാരിക്കണം? ഹുസ്നുൽ ദന്ന് വേണം. ഇതെനിക്ക് പടച്ചറബ് നൽകിയ അവസരമാണ്. തട്ടി നീക്കാം, എന്ത് എളുപ്പമാണ്. എനിക്ക് ചെറിയ പനിയാണ്, പെണ്ണുങ്ങൾക്ക് സുഖമല്ല. പണ്ടൊരുത്തൻ എപ്പോഴും മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ പറയത്ര പെണ്ണുങ്ങൾക്ക് സുഖമല്ല. അവസാനം പെണ്ണിന് ഒരു മാരകമായ രോഗം ബാധിച്ചത്ര. അതുകൊണ്ടാണെന്നല്ല, നമ്മളങ്ങനെ പറയുന്നില്ല. പക്ഷെ ആളുകൾ ഓരോ എന്താ പറയുക, ഓരോ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് നന്മയിൽ നിന്ന് മാറി നിൽക്കും. എത്ര ചെറിയ നന്മകൾ ചെയ്താലും അതിന് കൂലി കിട്ടും. ആ ഒരു ഹുസ്നുൽ ദന്ന് നമുക്കുണ്ടായിരിക്കണം. സ്വതക്ക കൊടുക്കുമ്പോഴും നമുക്ക് പേടിയല്ല, നമുക്ക് നല്ല വിചാരം വേണം. പേടി ഉണ്ടാക്കുന്ന ശൈത്താനാണ്. ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ വല്ലാഹു വാസിഉൻ അലീം. പിശാച് നിങ്ങളോട് ഫഖറിനെ, ദാരിദ്ര്യത്തെ ഉപദേശിക്കുന്നു. വയഅമുറുകും ബിൽ ഫഹ്ശാ,
അവൻ നിങ്ങളെ നീചവൃത്തിക്ക് കൽപ്പിക്കുന്നു. വല്ലാഹു യഇദുകും മഗ്ഫിറ, അല്ല നിങ്ങളോട് പാപമോചനം നൽകാമെന്ന് പറയുന്നു. വഫദ്ല, അവന്റെ ഔദാര്യവും നൽകാമെന്ന് പറയുന്നു. വല്ലാഹു വാസിഉൻ അലീം, അല്ല വിശാലമായ നൽകുന്നവനാണ്, അല്ല അലീമാണ്. ഇപ്പൊ ശൈത്താനാണ് ദാരിദ്ര്യം ഓർമ്മപ്പെടുത്തുക. നാട്ടൊരു പള്ളി അല്ലേ, പിന്നെ പുറത്ത് പള്ളിക്ക്, പിന്നെ മദ്രസക്ക് പിരിവ്, പിന്നെ പുതിയ സെൻറ്ററിന് പിരിവ്, അതിൻ്റെയൊക്കെ പുറത്ത് വിസ്ഡം ഹൗസിന് പിരിവ്, എല്ലാ പിരിവും കൂടിയിട്ട് ഞാൻ എന്താക്കുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്തും ആക്കണ്ട, നമ്മൾ നല്ലൊരു മനസ്സ് വെച്ച് കൊടുക്കാൻ നിയത്താക്കുക. തരുന്നവൻ പടച്ചവനാണ്. ശ്വാസത്തിന് ഒരു തിങ്ങലുണ്ട്, കരിമല്ലി കൊടുത്താളി അറിയാം അല്ലേ, ഹോസ്പിറ്റലിൽ ഒരു തിങ്ങലുണ്ട്, ഒരു മരണത്തിൻ്റെ ഒരു തിങ്ങൽ, ഒരു വേറെ തിങ്ങലാണ് അല്ലേ, അതിന് വേറെ ശബ്ദമാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകം അവസാനിക്കുന്ന സമയത്തോ വസിയത്തിനോ കുടുംബത്തിലേക്ക് മടങ്ങാനോ ഒന്നും പറ്റില്ല. അപ്പൊ അള്ളാഹ് പറയുന്നത് മരിക്കും മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചെലവഴിച്ചു. അപ്പൊ തന്ന് പടച്ചോനാ, പടച്ചോന്റെ മാർഗത്ത് കൊടുക്കുന്നതുകൊണ്ട് ബേജാറ് വേണ്ട, ശൈത്താൻ ബേജാറുണ്ടാക്കും. പക്ഷെ നമുക്ക് എപ്പം എന്ത് വേണം? ഹുസ്നുൽ ദന്ന് വേണം. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. എന്താ പറഞ്ഞത്? വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. ആരെങ്കിലും നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ വല്ലതും ചിലവഴിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകാതിരിക്കുക, അല്ലെങ്കിൽ ഇരട്ടിപ്പിക്കാതിരിക്കുകയില്ല. വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ നന്നായി നൽകുന്നവനാണ്, അവൻ നന്നായി നൽകുന്നവനാണ്, ഖൈറുർ റാസിഖീനാണ്. അല്ലേ? പണത്തിന് ആവശ്യം വന്നാൽ ആരോട് ചോദിക്കും? പണക്കാരനോട്. ആരാ പണക്കാരൻ? അല്ലാഹു ഹുവൽ ഗനി, അവനാണ് ഏറ്റവും ധനികൻ. റിസ്ക് വേണമെങ്കിൽ ആരോട് ചോദിക്കും? ആരെടുത്താണോ ഉള്ളത് അവനോട് ചോദിക്കും. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളയാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. അപ്പോൾ ആരോട് ചോദിക്കണം? അള്ളാഹോട് ചോദിക്കണം അല്ലേ? അപ്പോൾ സ്വതക്കയുടെ ഘട്ടത്തിൽ, നന്മയുടെ ഘട്ടത്തിൽ ഒക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നല്ല ദൊന്ന് വേണം, നല്ല ഹുസ്നുൽ ദന്ന് വേണം. അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റു പ്രയാസങ്ങൾ, കടക്കണികൾ, ജീവിതം കുടുസമാകുന്ന സാഹചര്യങ്ങൾ, മെൻ്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി, സോഷ്യലി, അങ്ങനെ എന്തെല്ലാം എരികളുണ്ടോ അതിലെല്ലാം കുടുസത ബാധിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു വിചാരം വേണം. അതെന്താണ്? അള്ളാഹു എല്ലാം ഉയർത്താൻ കഴിവുള്ളവനാണ്. ദീഖ്, അതിന് മഖ്റജ് ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. ഉസ്റിനെ യുസ്റാക്കാൻ കഴിവുള്ളവനാണ്. ആ ഒരു നല്ല വിചാരം അള്ളാഹിനെ കുറിച്ച് നമുക്ക് വേണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അല്ലാഹയല്ലാതെ നീക്കിത്തരാൻ ആരും തന്നെയില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആണ് ഖൈർ നൽകുന്നതും ഷർറിനെ നീക്കിത്തരുന്നതും. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവന്റെ അധികാരത്തിന് കീഴിലാണ് എല്ലാ അടിമകളും അള്ളാന്റെ അധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഏത് ലീഖിലും ഒരു മഖ്റജ് ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് പറ്റും. അതുകൊണ്ടല്ലേ പറഞ്ഞു വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ. അള്ളാഹുവിൽ തഖ്വയുള്ളവരാണോ നിങ്ങൾ, നിങ്ങൾക്ക് അല്ലാഹു ഒരു പോംവഴി കാണിച്ചു തരും. യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു എളുപ്പമാക്കി തരും എന്ന പ്രതീക്ഷ. അള്ളാഹ് കടം വീട്ടി തരും, അള്ളാഹ് ഈ പ്രതിസന്ധി നീക്കി തരും. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആർ അള്ളാഹു തവക്കുലാക്കിയോ അവന് അല്ലാഹ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള കടങ്ങളിലും മറ്റു ജീവിത പ്രതിസന്ധികളിലുമൊക്കെ പ്രയാസങ്ങൾ, കുടുസതകളെയൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിചാരം വെച്ച് പുലർത്തുക. ഏറ്റവും അവസാനം
മരിക്കുന്ന സമയം ഇൻദൽ ഇഹ്തിദാർ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വേണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ശാബ് വഹുവ ഫിൽ മൗത്ത്. ഒരു യുവാവ് മരിക്കാൻ കിടക്കും. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്ന് ചോദിച്ചു, ഫഖാല കൈഫ തജിദുക്, എന്താ അനുഭവിക്കണോ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അർജുല്ലാഹ്, അള്ളാഹിലുള്ള പ്രതീക്ഷയാണ്. പടച്ചോന്റെ കാരുണ്യം ഞാൻ നന്നായി പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം വ അഖാഫു ദുനൂബി, എൻ്റെ പാപങ്ങളെക്കുറിച്ച് എനിക്ക് അതിയായ ഭയവുമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വ ആമനഹു ബിമാ യഖാഫ്. ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ, ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ദാസന്റെ ഹൃദയത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും ഒരുമിച്ച് വരികയില്ല. അങ്ങനെ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ തെറ്റിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയും ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവന് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു കൊടുക്കാതിരിക്കില്ല, അവൻ ഭയക്കുന്നതിൽ അവൻ അള്ളാഹ് നിർഭയത്വം കൊടുക്കാതിരിക്കില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ മരിക്കുമ്പോൾ പാപങ്ങളെ കുറിച്ച് ഓർത്തുള്ള പേടിയും അള്ളാഹുവിന്റെ റഹ്മത്തെ ഓർത്തിൽ നല്ല വിചാരവും ഉണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. അവൻ പേടിക്കുന്ന കാര്യത്തിൽ അള്ളാഹു നിർഭയത്വം കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ ഹുസ്നുൽ ളന്ന് എന്ന് പറയുന്നത് ഈമാനിന്റെ ഏറ്റവും ദൃഢീകരണത്തിന്റെ ആ ഒരു അവസ്ഥയാണ്. ഏത് ഘട്ടത്തിലും അള്ളാഹിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അതിനെ നമുക്ക് പുതുക്കാൻ സാധിക്കണം. അതെങ്ങനെ സാധിക്കും? അതിന് ഏറ്റവും പ്രധാനം ഇൽമാണ്. ഇൽമിനോളം മഹത്വമുള്ള ഒരു സംഗതിയും ഇവിടെ അല്ല. ഇൽമാണ് നമ്മളെ നയിക്കുന്നത്. മഅരിഫത്തുല്ലാഹ് ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി, അള്ളാഹിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചുള്ള പ്രാഥമികമായ നോളജ് നമുക്കുണ്ടായിരിക്കണം. അള്ളാഹ് സമീഅാണ് അറിഞ്ഞ പോരാ, അള്ളാഹ് കേൾക്കും. പക്ഷെ ആ കേൾവിയുടെ വിശാലത എത്രയാണ്, അതിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ, ആശയതലങ്ങൾ എത്രയാണ്, അത് മനസ്സിലാക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അള്ളാഹിൻ്റെ സമീഅ എത്ര വലുതാണ്, അള്ളാഹിൻ്റെ ബസർ എത്ര വലുതാണ്, അള്ളാഹുവിൻ്റെ ആ ഒരു മുറാഖബത്തുല്ലാഹ് നിരീക്ഷണം എത്ര വലുതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല വദൂദാണെന്ന് പറയുമ്പോൾ ആ ലവ് എത്രത്തോളം, അല്ലേ, അള്ളാഹു ഹഫീദാണ് എന്ന് പറയുമ്പോൾ, അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹാഫിദാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ആ ഒരു സംരക്ഷണത്തിന്റെ വിശാലത, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹോംവർക്കായിട്ട് നമ്മൾ എടുക്കുക, അള്ളാഹിനെ കുറിച്ച് പഠിക്കുക. ഒരടുത്ത വിജ്ഞാന വേദി വരെയൊക്കെയുള്ള ഒരു ഹോംവർക്ക്, അള്ളാഹിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അസ്മാഉൽ ഹുസ്നയുടെ ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കേട്ടിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ച് മനസ്സിലാക്കാം. ജബ്ബാർ മദീനയുടെ ദർസുണ്ട്, വിശാലമായ എക്സ്പ്ലനേഷനാണ്. ഷോർട്ടായിട്ട് പീസ് റേഡിയോയിലെ അവതരണങ്ങളുണ്ട്, അബ്ദുർ റഊഫ് ഇക്മിയുടെ. അതിനേക്കാൾ ഷോർട്ടായിട്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഒരു ഫയലിൽ തന്നെ ഒരു സെറ്റ് ഓഫ് നെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ സെറ്റ് ഓഫ് നെയിംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. അപ്പോൾ ഏത് വഴിക്കാണോ ബുക്ക് റീഡിംഗ് ആണ് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആകുക എന്നുള്ള ആൾക്കാർക്ക് അവർക്ക് ബുക്ക് വായിക്കാം. വായിക്കുന്നതാണ് ഒന്നും കൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കുക എങ്കിൽ അത് ചെയ്യാം. കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടാലാണ് മനസ്സിൽ നിൽക്കുകയെങ്കിൽ കേൾക്കാം, പക്ഷെ കേൾക്കുമ്പോൾ നോട്ട് എടുക്കണം. കാരണം നമ്മളൊരു കുറേ പേരുകൾ പഠിച്ച് അവിടെ എത്തുമ്പോൾ ആദ്യം കയറിയതൊക്കെ പോയിണ്ടാവും. മീൻ പിടിക്കാൻ പോകുമ്പോൾ കൊട്ടയില്ലാതെ പോയതിൻ്റെ അവസ്ഥയായിരിക്കും എഴുതിയെടുക്കാത്ത താലിബുൽ ഇൽമിൻ്റെ അവസ്ഥ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. വേട്ടയാടാൻ കൊട്ടയില്ലാതെ പോയി. അപ്പം എന്താ സംഭവിച്ചത്? വേട്ടമൃഗങ്ങൾക്ക് ചാടിപ്പോയി. ഇതേപോലെ ഇൽമ് ചാടിപ്പോവും അത് കുറിച്ച് വെച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഇങ്ങനെ റാൻഡമായിട്ട് നമുക്ക് തോന്നുന്ന കോലത്തിൽ കുറിച്ച് വെച്ചാലും വേണ്ടില്ല, നമുക്ക് ഓർമ്മ കിട്ടുന്ന കോലത്തിൽ ഒരു സംഗതിയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഹുസ്നുൽ ദന്ന് ഉണ്ടാകാനുള്ള ഫസ്റ്റ് വസായിൽ എന്ന് പറയുന്നത് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. അപ്പോൾ നമുക്ക് പടച്ചവനെ കുറിച്ച് നല്ലൊരു വിചാരം മനസ്സിലുണ്ട്, അല്ലെങ്കിൽ കുറേ പൊട്ട ചിന്തകളും ആശയങ്ങളും ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, ശരിക്കും അള്ളാഹുവിൽ മനസ്സറിഞ്ഞ് വിശ്വസിക്കുക, അത് ഉറപ്പിക്കുക.
യഖീൻ സ്വായക്തമാക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം, യഖീൻ സ്വായക്തമാക്കുക. രണ്ടാമത്തെ ഈമാനു ബി ഖുദ്റത്തില്ല, അള്ളാഹിന്റെ ഖുദ്റത്തിൽ വിശ്വസിക്കുക. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഅദ്, വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കുക. പിന്നെ സുഹൃതങ്ങൾ, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുക. സുബൈക്ക് മുമ്പ് എണീറ്റ് 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച് പ്രാർത്ഥിക്കുക. മിനിമാണ് കേട്ടോ പറയണേ. വുളു എടുത്ത് പള്ളിയിലേക്ക് പോയി, പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ചിരുന്ന്, ജമാഅത്ത് നിസ്കരിച്ച്, ജമാഅത്തിന് ശേഷം അദ്കാറുകൾ ചൊല്ലി, അദ്കാർ സബാഹ് മസായ ചൊല്ലി, കുറച്ച് നേരം ഖുർആൻ ഓതി, 2 റക്അത്ത് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുക. അവൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആണ് സ്ലിപ്പായിട്ട് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ പറ്റി വിചാരിച്ചോളൂ, അവനൊന്നും അള്ളാഹിനെ കുറിച്ച് വേണ്ടാത്ത വിചാരിക്കില്ല. അവന് സന്തോഷമേ ഉണ്ടാവുള്ളൂ. കാരണം എത്ര നേരം പള്ളിയിൽ ഇരുന്നിട്ട് ഞാനവിടെ ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു സംഗതി സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവന് സന്തോഷം ഉണ്ടാവും. വേറെ എവിടെയെങ്കിലും അറിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ സങ്കടം ഉണ്ടാവുക അല്ലേ. സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളാണ് മരിച്ചറിയുമ്പോൾ ആൾക്കാർക്ക് മരിച്ചി സങ്കടം ഉണ്ടാവുമെങ്കിലും സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അമൽ സ്വാലിഹാത്തുകൾ പരമാവധി ചെയ്യുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വിചാരം വെച്ച് പുലർത്തുന്നതിൻ്റെ ഒരു പ്രകടനമാണ് ഇത്. ആ സംഭവം നമുക്ക് അള്ളണ്ട്, പക്ഷെ നിസ്കരിച്ചില്ല ആള്. ഞമ്മക്ക് അള്ളണ്ട്, പക്ഷെ ആള് നോമ്പ് എടുക്കില്ല. പണ്ടൊരു കവി പാടിയ പോലെ പരമാവധി തെറ്റുകൾ ചെയ്തോ. കാരണം പരലോകത്ത് കാണാൻ പോണത് വെറും പടച്ചോനല്ല, റബ്ബുൻ ഗഫൂറായ പടച്ചോനെ. അപ്പൊ ഗഫൂറായ പടച്ചോനെ കണ്ടുമുട്ടുമ്പോൾ പൊറുക്കാൻ പാപുണ്ടാകണം, ഇല്ലെങ്കിൽ എനിക്ക് സങ്കടാവും. അങ്ങനെ ആവും ചെയ്യരുത്. അപ്പോൾ അള്ളാഹു നല്ല വിചാരം വെക്കുന്നതിൻ്റെ അടയാളമാണ് ഖുർആൻ ഓതുന്നത്, ദിക്ർ ചെല്ലണത്, പ്രാർത്ഥിക്കണത്, നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് കിട്ടാൻ വേണ്ടി ധൃതി കാണിക്കുന്നത്, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതൊക്കെ ഹുസ്നുൽ വന്നിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഹുസ്നുൽ വന്നിന്റെ ഭാഗം. ഇതൊക്കെ ചെയ്താൽ എനിക്ക് എൻ്റെ റബ്ബ് ഇന്നത് തരും, അവൻ സഹായിക്കും, ബർക്കത്ത് നൽകും, റഹ്മത്ത് നൽകും, സ്വർഗം നൽകും. അതൊക്കെ ഹുസ്നുൽ വന്നുണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് അമലുസ് സ്വാലിഹാത്തുകളിലൂടെയാണ് ഹുസ്നുൽ വന്ന് ഉണ്ടാവുക. അള്ളാഹിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസത്തിലൂടെയാണ് അതുണ്ടാവുക. അള്ളാഹിൻ്റെ ഖുദ്റത്തിലുള്ള വിശ്വാസത്തിലൂടെ അതുണ്ടാവുക. അള്ളാഹിനെക്കുറിച്ചുള്ള അറിവിലൂടെയും അവനെക്കുറിച്ചുള്ള ബോധത്തിലൂടെയുമാണ് അതുണ്ടാവുക. അതുപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിലൂടെയാണ് അതുണ്ടാവുക. അള്ളാഹുവിൽ തവക്കുലാക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹിനെ ഏൽപ്പിക്കുക. അതൊരു ഹുസ്നുൽ വന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഴി കാണിക്കും അല്ലേ. ഒരു ചോദ്യത്തിന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, സാറേ പോട്ടെ എന്ന് ചോദിച്ചാൽ പോണ്ടാറേ. അപ്പോൾ അങ്ങനത്തെ സാറേ. അപ്പം നമ്മളോട് ചോദിക്കുന്നുണ്ട്, പറയലുണ്ട്, ഒരു ചോദ്യത്തിന് ഒരു ആൻസർ അല്ല ഉള്ളത്, 2 ആൻസർ ഉണ്ട്, യെസ് ഓർ നോ. പക്ഷെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുക ഒരു ആൻസറാണ് അല്ലേ. വിളിച്ചുമ്പെടുത്താൽ മതിയനീ എടുക്കൂല, പോയാൽ ശരിയായാൽ മതിയനീ ശരിയാവില്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഒറ്റ പോക്കിന് തന്നെ ശരിയാണോ, ഒറ്റതിന് തന്നെ തീരണം. അങ്ങനെ എക്സ്പെക്ട് ചെയ്യണ്ട. ഓരോന്നും അതിൻ്റെതായ സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. രണ്ടും സംഭവിക്കാം. 2 സിറ്റുവേഷനും എന്തുണ്ടാവും? സംഭവിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കി അല്ലാഹ്. അതാണ്. പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ അള്ളാഹിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് സമാധാനിക്കുക, അള്ളാഹുവിൽ ഏൽപ്പിച്ചതാണല്ലോ എന്ന് സമാധാനിക്കുക. 6ാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഖദറിലും ഖദായിലും തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. പിന്നെ 7ാമത്തെ കാര്യം മോശപ്പെട്ട ചിന്ത ഒഴിവാക്കുക. ഈ മോശപ്പെട്ട ചിന്ത ഒഴിവാക്കിയാൽ തന്നെ നല്ല ചിന്ത ഉണ്ടാവും. അതായത് ഭാര്യനെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ത് ചെയ്താലും കുറ്റമായിരിക്കും അയാൾക്ക്. ഭർത്താവിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. എത്ര ചെയ്താലും പണ്ടത്തെ എടുത്ത് കുത്തിപ്പൊക്കും അല്ലേ. അപ്പം എന്താണ്? ഈ വേണ്ടാത്ത ചിന്തകൾ വെച്ച് പുലർത്തുന്ന സമയം അത്രയും നല്ല ചിന്തകളൊക്കെ പോകും. അത് അള്ളാഹിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ തന്നെ, പടപ്പുകളെ കുറിച്ചാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരാളിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവും ഇല്ലേ. പക്ഷേ അയാളുടെ വേറെ എന്തെങ്കിലും വീഴ്ചകൾ വെച്ചിട്ട് നമ്മൾ അയാളെ മൊത്തം കണ്ട് കൊച്ചാക്കി, കുറവാക്കി, ഇല്ലാണ്ടാക്കി കണ്ടാൽ പിന്നെ അയാൾ ഒരു ഗുണവും നമുക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശപ്പെട്ട വിചാരങ്ങൾ,
അങ്ങനെ വെച്ച് പുലർത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് വേണ്ടി ഉമ്മയും ബാപ്പയും മക്കളും ഒക്കെ പോകട്ടെ കൂടി പ്രാർത്ഥിച്ച് കുട്ടി പൊട്ടി. അപ്പോൾ നിസ്കാരം പ്രാർത്ഥനയൊക്കെ നിർത്തിയാറുണ്ട്. ഈ അടുത്ത് ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ആള് വന്ന് സംശയം ചോദിച്ചാണ്, എന്താ പോലോട് പറയാൻ ആണല്ലേ. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. എത്തി പഠിച്ചോന് പ്രാർത്ഥിച്ചിട്ട് കിട്ടും പറഞ്ഞിട്ട് വീട്ടുന്നില്ലല്ലോ, ജയിച്ചില്ലല്ലോ, എല്ലാവരും പടം കൂടി പ്രാർത്ഥിച്ചില്ലേ, പൊള്ളു ചൂട്. അതും എന്തെന്നാണ്? ജഹലിൽ നിന്നാണ്, അറിവില്ലായ്മ. മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ജഹല്. അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഫസ്റ്റ് പറയുന്ന പോയിന്റ് അതാണ്. ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ജഹല്, വിവരമില്ലായ്മ. അത് മനുഷ്യൻ നശിപ്പിച്ചാളും. അതുകൊണ്ട് അള്ളാഹുവിൽ ഹുസ്നുൽ ദന്ന് വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് അതിൻ്റെ തേട്ടമെന്നും അത് എവിടേക്കാണ് വേണ്ടത് എന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും അത് എങ്ങനെ നേടിയെടുക്കാമെന്നുമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഹുസ്നുൽ ദന്ന് വെച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹീതന്മാരായ ദാസന്മാരോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കൺകുളിർമയുള്ള ഒരു ദാമ്പത്യം, ദീനീബോധമുള്ള പണ്ഡിതന്മാരായ ഹാഫിദുകളായ നല്ല കഴിവുറ്റ മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് നൽകിയ എല്ലാറ്റിനും അള്ളാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും വർഷിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ആരോഗ്യം കൊണ്ട്, അറിവ് കൊണ്ട്, കഴിവ് കൊണ്ട്, സമ്പത്ത് കൊണ്ട് പരമാവധി രാവും പകലും കഠിനാധ്വാനം ചെയ്ത് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട അടിമയായിരിക്കെ മരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അള്ളാഹ് ഹാസിലാക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമും ഈമാനും തഖ്വയും ആദർശ കണിശതയും മാനസികമായ കരുത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സംഘത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. അതിൻ്റെ യശസ്സിനെ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. 10,000-ങ്ങൾക്ക് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തൗഹീദിലും റിസാലത്തിലും ആഖിറത്തിലും ഖുർആനിലും സുന്നത്തിലും അള്ളാഹു നമുക്ക് അഗാധമായ പാണ്ഡിത്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും വിനയമുള്ള ഇഖ്ലാസുള്ള പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നല്ലൊരു ഹൃദയം, നല്ലൊരു മനസ്സ്, നല്ലൊരു ആവത് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.